നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരം കൊണ്ടാണ്. എന്താണെന്നറിയോ? അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നുറുക്ക് ഗോതമ്പാണ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ധാന്യമാണ് കേട്ടോ. നമുക്ക് കഞ്ഞി വെച്ചിട്ട് പോലും നുറുക്ക് ഗോതമ്പ് കുടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരു വടയുടെ രീതിയിലാണ് ഈ ഒരു സ്നാക്ക് ഉള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിത് വെള്ളത്തിൽ കുറച്ച് കുതിർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം മുഴുവനും വാർത്ത് കളഞ്ഞതിന് ശേഷം ഇത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരുപാട് അരയാണ്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും അത് വെന്ത് കിട്ടുമോ എന്നുള്ള. അങ്ങനെ ഒരു സംശയവും വേണ്ട, വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് ആവാതെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എണ്ണ ചൂടായിട്ടാണ് വട അതിലേക്ക് ഇടേണ്ടത്. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ ആയല്ലോ എന്ന് വെച്ച് എടുത്തു കഴിയുമ്പോൾ ഉള്ള വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിലോട്ട് പോയിട്ട് കാണാം എങ്ങനെയാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള വട ഉണ്ടാക്കുന്നത്. അപ്പോൾ വട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 ചെറിയ സവാള വേണം, 2 പച്ചമുളക്, ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി വേണം, പിന്നെ കറിവേപ്പില വേണം. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നുറുക്ക് ഗോതമ്പാണ്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് വാറ്റിക്കളയുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ മൊത്തം വെള്ളം കളയണം. പിന്നെ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും ഉപയോഗിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോഴേ ആവശ്യം വരും. ആ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. നമ്മളൊരു പിഞ്ച് അത്രേ ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പ് വേണം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വറുക്കാൻ വേണ്ടി എണ്ണ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ ആദ്യം നമുക്ക് കുതിർത്ത് ഊറ്റി വെച്ച നുറുക്ക് ഗോതമ്പ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത്. ഇങ്ങനെ ഒന്ന് പൾസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് അരയരുതെന്ന് പറഞ്ഞിട്ടല്ലോ, ഇതാണ് പറഞ്ഞത് കേട്ടോ. വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മാക്സിമം വെള്ളം ഇല്ലാതെ തന്നെ അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പൾസ് ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യം പൾസ് ചെയ്താൽ മതി. മിക്സിക്ക് അനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരും. അപ്പം പൾസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവത്തിൽ ആയി വരണം. കണ്ട, ഇങ്ങനെ കുറച്ച് തരി ഉള്ള പോലെ ഇതുപോലെ ആയി വന്നാൽ മതി. അപ്പം നമ്മളിതാ അരച്ച് വെച്ച ആ ഒരു നുറുക്ക് ഗോതമ്പ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഒരു വലിയ പാത്രം എടുത്ത് നമുക്ക് കുഴയ്ക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു വലുപ്പത്തിലുള്ള പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ആ സമയം കൂടി നമുക്ക് കുറച്ച് കട്ടിങ് പരിപാടികൾ നോക്കാം. ആദ്യം വേണ്ടത് ഉള്ളിയാണ്, സവാള. അപ്പോൾ സവാള ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ പച്ചമുളക് വേണം. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വേണം. ഇഞ്ചി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ച് എടുക്കാം, പേസ്റ്റ് ആക്കിയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തു വെച്ച ആ നുറുക്ക് ഗോതമ്പിൻ്റെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതിലോട്ട് സവാള, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെന്താ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കൈവച്ചിട്ട് നന്നായിട്ട് ഞെരടി അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമ്മളെ ഒരു എരിവിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അവസാനമായിട്ട് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചാൽ കായമാണ്. കായം ഒരു പിഞ്ച് അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും ചേർത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇനി ഗോതമ്പ് പൊടി. അപ്പോൾ അത് ഗോതമ്പ് പൊടി നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ കുഴച്ച് നോക്കുമ്പം ഇനിയും വേണം തോന്നുവാണെങ്കിൽ മാത്രം, അതായത് ഷേപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ അപ്പം കുറച്ചായിട്ട് ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട്. അതായത് 1.5 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു ഭാഗം എടുത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. അതായത് കുറച്ച് ഇങ്ങനെ എന്താ പറയുക നുള്ളി നുള്ളി ഇടുക എന്ന് പറയില്ല, കുറച്ചെടുത്ത് അതേപടി വേണമെങ്കിൽ എണ്ണയിലിട്ട് പൊരിക്കാം, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇടാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വടേനെ പോലെ നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് പരത്തി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് പരത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാവ് എടുത്തു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം ആക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പറ്റി പോവാതിരിക്കാൻ, കയ്യിലിങ്ങനെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി ആക്കാം. എന്നിട്ട് നല്ല ഷേപ്പ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇതുപോലെ എടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി നമ്മളിത് വറുത്ത് കോരാൻ പോവാണ്. എല്ലാം ഞാൻ ഷേപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്ത് കോരാൻ പോവാണ്. ഇതാ കണ്ടോ. അപ്പം എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ, എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഡീപ് ഫ്രൈ ആണെങ്കിലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഏതാണ്ടായി വന്നിട്ടുണ്ട്. നമുക്കിതാ കോരി എണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് തോർന്ന് വരട്ടെ. അപ്പോൾ നമുക്കിതിനി കോരിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണ്. ചൂട് ചായൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നുറുക്ക് ഗോതമ്പ് വെച്ച് നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.